ഡോ ബാങ്കിൽ പണം അടച്ചിട്ട് വേഗം തിരികെ പോന്നോളൂ. അക്കരെ ചെന്നിട്ട് ഇറ്റാമിന്റെ കടയിൽ സൈക്കിൾ എടുത്ത് പൊക്കോളൂ. നമ്മൾ ചായ തിന്നിട്ട് പോയാൽ പോരെ? ഇയാളുടെ സൗകര്യത്തിന് ചെല്ലുമ്പോഴേക്കും ട്രഷറി പൂട്ടും. എന്നാൽ ഇഡ്ഡലി തിന്നിട്ട് പോകാൻ കൊടുക്കാം. ഇയാള് പോടോ. കുഞ്ഞുണ്ണി അങ്കിൾ ഇവിടെ ആ എന്താ കാലത്തെ പേടിച്ചു പോയോ? ഓ ലേശം പരിഭ്രമിച്ചു. പിന്നെ ചോദിക്കണമെന്ന് പലവട്ടം ഓർത്താ സന്ദർഭം കിട്ടില്ല. എന്താ? എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഡാഡി പറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച് ഞാൻ ഊഹിച്ചതാ. ഓ ഇത് ആ ഈ അടുത്ത് വന്നതാ വേണു. അമേരിക്കയിൽ എവിടെയാണ് താമസം? അമേരിക്കയിൽ എവിടെയൊക്കെ അറിയും. അമേരിക്കയിൽ ഇങ്ങനെ പറയൂ പറയൂ. അമേരിക്കയിൽ ഇങ്ങനെ പല പല സ്ഥലങ്ങളുണ്ടല്ലോ. അതെ. ഇതെന്താ പെണ്ണുങ്ങളെ പോലെ കമ്മലിട്ടിരിക്കുന്നേ? ഇത് കമ്മളല്ല, കടുക്കനാണ്. കടുക്കൻ. കടുക്കനോ എന്ന് പറഞ്ഞാൽ എന്താ? കമ്മല് പോലെ തന്നെയാ. ഇവൻ ആണാണെന്ന് ഇവന്റെ അച്ഛനമ്മമാർക്ക് ഇപ്പോഴും ബോധ്യായിട്ടില്ല. അങ്ങനെയൊന്നുമല്ല, ഇത് ആചാരമാണ്, ദൈവികമാണ്. എന്താ കുഞ്ഞുണ്ണിയാരെ? അത് പൈയുടെ കാര്യം. വേണുവല്ല വിഡിത്തം പറഞ്ഞോ? അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? മോളുവാ. ഇയാള് പോടോ. ഒരു കാര്യം, അമേരിക്കയിൽ വന്ന പെണ്ണുങ്ങളെ വെച്ച് കോൽ വെച്ച് ഗുൽമാലടക്കാൻ കൊടുത്താൽ നമ്മളെ നല്ല സ്വഭാവം അറിയും. അനാവശ്യ സുമ്പാറൊക്കെ കിട്ടാൻ മടത്തവേ കള്ളനായിന്റെ മക്കന്മാർ. ഇനി ഒരു കൂട്ടം കൂടി ഉണ്ട്. ആ അതെന്താ? അത് തരണമെങ്കിൽ കണ്ണടച്ചിരിക്കണം. ശരി, കണ്ണടയ്ക്കൂ. ഓ ഇനി കണ്ണു തുറന്നോ. എന്താ മുത്തശ്ശി? എന്റെ മോനെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റണില്ലല്ലോ. തലമുടി നരച്ചു അല്ലേ? ഡൈ ചെയ്യാൻ പറഞ്ഞ കേക്കണ്ടേ? മുത്തശ്ശി, ഇത് മുത്തശ്ശിന് കൊടുക്കാൻ വേണ്ടി ഡാഡി തന്നയച്ചതാ. ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. അയ്യോ ഇപ്പൊ വേണ്ട മോളെ, ഒന്ന് തണുക്കട്ടെ, മുത്തശ്ശി കൊടുത്തോളാം. അത് പറ്റില്ല, എന്നോട് നേരിട്ട് കൊടുക്കണമെന്നാ ഡാഡി പറഞ്ഞിരിക്കുന്നെ. ഡോൺ വഴി മുത്തശ്ശി, I'll manage. കൈമളാശാനല്ലേ അത്? ഹായ് കഥകളി അങ്കിൾ. What a sudden surprise. മിടുക്കി, ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞല്ലോ. കുട്ടി വന്ന വിവരേ ആ കൊശവൻ വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണതേ. ഏത് കൊശവൻ? നമ്മുടെ വേണു. വേണു കൊശവനാ? അവനെ ഞാൻ അങ്ങനെയൊക്കെ വിളിക്കുക. അവന് സംശയാത്രേ ഈ കുട്ടി രാജന്റെ മോള് തന്നെയാണോന്ന്. അവന്റെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോഴേ ഞാൻ എന്തൊക്കെയോ ധരിച്ചു. കാലം മോശാണേ. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് കരുതി പുറപ്പെട്ടതാ. തമ്പി ഇല്ലേ? ബാങ്കിലുണ്ട്. കുട്ടിയായിട്ട് എങ്ങനെയാ, ഇണങ്ങിയോ? തെളിഞ്ഞിട്ടില്ല. അതൊക്കെ ഇവള് തെളിയിച്ചെടുക്കും ഇല്ലേ മോളെ? അന്ന് ഞങ്ങൾ അവിടുന്ന് നേരിട്ട് പോയത് ന്യൂയോർക്കിലേക്കാ. എല്ലാരും കൂടി എയർപോർട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വരാൻ വൈകി, അതുകൊണ്ടാ അവര് വരാഞ്ഞത്. അവരിനി ഇങ്ങോട്ടെന്നാ വരണേ? മുത്തശ്ശൻ നേരിട്ട് വിളിച്ചാലേ വരൂന്ന് വാശിയില്ല. ഇപ്പൊ അവന് വാശി കൂടിയോ? മോൾ അങ്ങോട്ടൊരു കത്തയക്ക്. മുത്തച്ഛന്റെ ദേഷ്യം അടങ്ങട്ടെ. അവനിങ്ങ് വന്നാ മുത്തച്ഛന്റെ ദേഷ്യമൊക്കെ വേലി ഇറക്കം പോലെ ഇറങ്ങിക്കോളും. കാണണില്ലേ? ഇല്ല, ഇപ്പൊ കണ്ടാലേ സംസാരിച്ചിരുന്ന സമയം പോവും. എനിക്ക് അത്യാവശ്യമായിട്ട് ചെറുതൂർച്ചൂരി ഒന്ന് പോകണം. ആ കൊശവന്റെ വാക്ക് കേട്ട് ഇരിപ്പുറക്കാഞ്ഞിട്ടേ ഞാൻ വന്നതേ. ഞാൻ ഇറങ്ങട്ടെ. മോള് മുത്തച്ഛനെ പുറകെ പിടിച്ചോ, വിടണ്ട. ദേവോ, ഒരു ചായ കൊടുത്ത മതി നക്കിയത്, വിരല് തേഞ്ഞു പോവും. ഇതങ്ങനെ തേണ വിരല് അല്ല. നക്കി നക്കി നല്ല തഴമ്പായിട്ടുണ്ടാവും. ഇതെന്ത് പണ്ടാരമാണ്? നമ്മുടെ വിരൽ നമ്മൾ നക്കുന്നതിന് തനിക്ക് എന്താണ് കുഴപ്പം? എന്നാൽ തനിക്ക് നക്കാൻ കൊടുക്കും. വേണ്ട വേണ്ട വേണ്ട, ഇയാള് നക്കി കഴിഞ്ഞിട്ട് ബാങ്കിലോട്ട് വന്നാ മതി. ഇനി ഒന്നും കൊടുക്കണ്ട, 2 ദിവസത്തേക്കായി തിമ്മൻ. എന്താണാവോ ഈയിടെയായിട്ട് വിശപ്പേ ഇല്ല.
എന്താണ് ഇങ്ങനെ നോക്കണത്? അല്ല, സംശയങ്ങൾ പരസ്പരം തീർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാ. അത് ആർക്കും ആരെയും സംശയമില്ലല്ലോ. ഇല്ലേ? ഞാൻ ആരാന്ന് സംശയമില്ലേ? ഉണ്ടായിരുന്നു, മാറിയല്ലോ അതൊക്കെ. മാറിയോ? പക്ഷേ എനിക്ക് മാറിയിട്ടില്ലല്ലോ. എന്ത്? നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് ഇപ്പോഴും എനിക്കൊരു സംശയം. ഒന്ന് പരിശോധിച്ചാലോ? കടുക്കൻ നിക്കവിടെ. അവിടെ എന്ത് പറ്റി? ഇങ്ങനെ ഇവിടെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? എന്താ പൊട്ടം കടിച്ചോ? നമ്മുടെ മുണ്ടൂറിയാൻ പറഞ്ഞു. ആര്? വേറെ ആര്? ആ മാതാമ ഉണ്ടല്ലോ, മാതാമ. അവർ കടുക്കൻ പറഞ്ഞുണ്ട്. വെള്ളമെങ്കിൽ വെള്ളം. പണ്ടാരം. അയ്യോ, അക്കർക്ക് രീതിക്കോ ചെല്ല്. ഫോട്ടോ എടുക്ക്, നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് കറങ്ങാം. പടച്ചോനെ, നമ്മളും വെള്ളത്തിൽ ചാടിട്ട് വരുമോ? എന്താ പറഞ്ഞേ? അല്ല, എഞ്ചിൻ ഒരു ചെറിയ ട്രബിള്. എന്തു പറ്റി? ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. എന്നെ കളിപ്പിക്കാണോ? കളിപ്പിക്കണോ? എന്തിന്? ഈ ബോട്ട് കുഞ്ഞിനും കൂടി അവകാശപ്പെട്ടതല്ലേ. നമുക്ക് നാളെ പോവാം. പ്രോമിസ്? പോകാന്ന് കരീം സാഹിബ് അല്ലേ പറഞ്ഞേ. പുഴ എവിടൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ പോകാം. പോരാത്തതിന് കടലിലേക്കും പോവാം. ഓക്കേ. എന്താ ഗ്യാസ് ട്രബിളാ? ഇത് നമ്മളെ സ്വന്തം സൈറനാ. ഭക്ഷണത്തിന്റെ സമയായി. അൽഹംദുലില്ലാ. മുത്തച്ഛ, എന്താ ഇത്? ഡാഡി തന്നയച്ചതാ മുത്തച്ഛന് തരാൻ. എന്തിനാ? പ്രസന്റേഷൻ ആന്നാ പറഞ്ഞത്. പ്രസന്റേഷൻ കൊടുത്തയക്കുക ചെയ്യാ? അതെന്തോ, നിങ്ങൾ തമ്മിലുള്ള പോളിറ്റിക്സ് ഒന്നും എനിക്കറിയില്ല. തരാൻ പറഞ്ഞു, തരുന്നു. ഇത്തരം ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. തന്നയച്ചവരെ തന്നെ തിരിച്ചേൽപ്പിക്കാം. അത് പറ്റില്ല. എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ശ്രീമംഗലത്ത് രാജശേഖരൻ തമ്പി വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് അർത്ഥം. പറഞ്ഞേക്ക്. ഞാൻ ആരാന്ന് അറിയോ മുത്തശ്ശന്? ശ്രീമംഗലത്തെ രാജലക്ഷ്മി. വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്കും പറ്റില്ലല്ലോ. സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതൊക്കെ മുത്തച്ഛന്റെ ഇഷ്ടം. ദാ ഇവിടെ വെക്കുന്നു. പ്രിയപ്പെട്ട ഡാഡി, ഞാനിന്ന് മുത്തച്ഛന്റെ മുഖത്തോട് മുഖം കണ്ടു. പരിഭവമോ പിണക്കമോ വാത്സല്യമോ എന്തൊക്കെയോ ഉണ്ടാ മുഖത്ത്. ഡാഡി പറഞ്ഞതുപോലെ തന്നെ ഒരു വിട്ടുകൊടുക്കായിക. സമ്മാനം കൊടുത്തു, കൈ വാങ്ങിച്ചില്ല. ഞാനാ മേശപ്പുറത്ത് വെച്ചു. ഏതായാലും വലിച്ചെറിഞ്ഞില്ലല്ലോ. ഇന്ന് ഇത്രയേ ഉള്ളൂ രാജി. തനിക്ക് എന്ത് പറ്റിയടോ? ഈ വീട്ടിലൊക്കെ മുണ്ടെടുത്തോണ്ട് വിശ്വാസം എങ്ങനെ നടക്കും? ഊറിഞ്ഞ് കളയും. വാ വാ, കേറി വാ. നിക്ക്, മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. അസല് തവളക്ക് വെയിറ്റ് അടിച്ച മാതിരി ഇല്ലേ? ഉർവശി ശാപം ഉപകാരായെന്ന് പറഞ്ഞ പോലായി. നീ ഇതൊക്കെ ഇട്ടൊന്ന് പരിശീലിക്കണം. അമേരിക്കയിൽ ചെല്ലുമ്പോ വിഷമുണ്ടാവില്ല. നമ്മൾക്ക് നല്ല പോലെ ചേർന്നുണ്ട് അല്ലേ? പിന്നെ ഒരു വാലും ഗതയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഹനുമാൻ ലങ്ക ചാടിയ പോലെ
ഇവിടെ നിന്ന് നിനക്ക് അമേരിക്കയിലേക്ക് ചാടായിരുന്നു. ആ ഏയ് 2 in 1. അല്ലാ. നമുക്ക് പോവാം. എന്റെ തിരുമൽ ദേവാ കുഞ്ഞുണ്ണി അങ്കിൾ, ഉം. നമുക്ക് ഗായത്രി ആന്റിയുടെ വീട് വരെ ഒന്ന് പോവാം. രാജിക്കുഞ്ഞ് വന്ന വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിങ്ങോട്ട് വരും. ഇങ്ങോട്ട് എത്തും മുമ്പ് അങ്ങോട്ട് എത്തണം. ഒരു ആഹാ. സർപ്രൈസ് ആയിക്കോട്ടെ. റൈറ്റ്? ആ പക്ഷേ ഗതാഗതം എന്റെ വകുപ്പ് പെടില്ല. ഹായ് കടുക്കൻ. എന്താ ഇത്? ബോറാണോ? ഏയ് നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്. നല്ലതാണ് അല്ലേ? നമ്മളോട് വഴക്കൊന്നുമില്ലല്ലോ. ഒരു വഴക്കുമില്ല. നമുക്ക് അക്കരയ്ക്ക് പോവാം. അകത്ത് പണിയുണ്ട്. കൂടെ വരെ പേടിച്ചിട്ടാണോ? പേടിയൊന്നുമില്ല. അകത്ത് വേറെ പണിയുണ്ട്, അതാണ്. പോവാം. അല്ല ചതിക്കല്ല മോളെ. സൈറ് 3 അടിച്ചിട്ട് ഇതുവരെ നാസ്താക്കിയിട്ടില്ല. നാസ്തയോ? അതെ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ഇഡ്ഡലി തന്നെ തിന്നണമെന്ന് നിർബന്ധമുണ്ടോ? എന്നൊന്നുമില്ല. കാപ്പി ഞാൻ വാങ്ങിച്ചു തരാം. വാ. അല്ല അത് പിന്നെ മുത്തച്ഛനോട് ഞാൻ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാക്ക് സ്റ്റാർട്ടാക്ക്. സ്റ്റാർട്ടാക്കാം. ഒരൊറ്റ മിനിറ്റ്, ഇതെപ്പ വരാം. ഏയ് പടച്ചോനെ പറ്റിച്ചോ മോളെ. ബൈ. മോളെ സാഹിബ് വരണേ. നിക്ക് മോളെ. മോളെ സാഹിബ് എവിടെ വേണമെങ്കിലും കൊണ്ടാക്കി തരാം. സാഹിബാണ് പറഞ്ഞേ, ചതിക്കല്ല. വാ മോളെ. തന്നെ ഏൽപ്പിച്ച മുതൽ സൂക്ഷിക്കേണ്ടത് തന്റെ ചുമതലയല്ലേ? അതെ, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ബോട്ട് എടുത്തോണ്ട് പോയി കളിയുന്ന സ്വപ്നത്തിൽ പോലും കരുതിയല്ല. താൻ എന്തിനാ ബോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നേ? അങ്ങേ കണ്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി. ആ ഇനിയിപ്പോ ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ചോളും. പേടിയില്ലാഞ്ഞിട്ടാ. എന്റെ അനുവാദമില്ലാതെ ഇയാൾക്ക് പച്ച വെള്ളം കൊടുത്തു പോകരുത്. അവിടെ ഇരുന്നോ. ഇരിക്കാൻ. ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. ബോട്ട് വടക്കിടത്ത് കടവിലുണ്ട്. ആവൂ, ഈശ്വര. പടച്ചോൻ കാത്ത്. ഇനി എണീക്കാലോ ഇല്ലേ? വേണ്ട, പട്ടിണി ഇരിക്കണം. അപ്പോഴേ പഠിക്കൂ. ഏവൂ, എനിക്ക് ഭക്ഷണം വിളമ്പൂ. നമ്മൾക്കും വിശപ്പെന്ന് പറഞ്ഞാൽ എന്താണ് വിശപ്പ്? വിശപ്പില്ലെങ്കിൽ പട്ടിണി ഇരിക്കാൻ എളുപ്പമാണ്. എന്റെ മോളെ, എന്ത് പണിയാ നീ കാണിച്ചേ? ഞങ്ങളൊക്കെ എത്ര പേടിച്ചോന്നറിയോ? എന്തിനാ പേടിക്കണേ? എനിക്ക് ഒന്നാം തരമായിട്ട് ബോട്ട് ഓടിക്കാൻ അറിയാം. എന്നാലും ഒറ്റയ്ക്ക് കരീം സാഹിബിനെ കൂട്ടി പോകായിരുന്നില്ലേ? ദേ, മുത്തച്ഛൻ ആകെ കലിയോണ്ടിരിക്കുക. മുത്തച്ഛൻ വല്ലതും പറഞ്ഞോ? പിന്നെ പറയാണ്ട്. എന്താ പറഞ്ഞേ? കൊച്ചു കുട്ടികൾ ചെയ്യണ പണിയാണോ ഇതൊക്കെ? ഇനി ഇത്തരം കുറുമ്പ് കാട്ടിയ വന്നിടത്തേക്ക് എന്നെ പറഞ്ഞയക്കും. ഞാനാ വളം വെച്ചു കൊടുക്കണേ. ഓ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. മുത്തശ്ശൻ അറിയാണ്ട് പടിക്ക് പുറത്തിറങ്ങിക്കൂടെന്നാ കൽപ്പന. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അമേരിക്കയിൽ നിന്ന് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാമെങ്കിൽ ഈ പുഴയിൽ കൂടെ ഒരു കൊച്ചു ബോട്ട് ഓടിക്കണതാ വലിയ ആനക്കാര്യം. അയ്യേ. മുത്തശ്ശി ഇതുകൊണ്ടൊരു മാലയിട്ട് നമുക്ക് അയ്യപ്പന്റെ പടത്തിന് ചേർത്താം. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. കരീം സാഹിബിനോട് ചതി വേണ്ടില്ലായിരുന്നു. എന്തു പറ്റി? പട്ടിണി കിട്ടി കളഞ്ഞില്ലേ? ആര്? മോള് ബോട്ട് എടുത്തോണ്ട് പോയതിന് മേൽക്കോടതിന് ശിക്ഷിച്ചിരിക്കുക. പച്ച വെള്ളം തരരുത് എന്ന്. മൈ ഗോഡ്, ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? പടച്ചോനാണ് സത്യം, വെള്ളം കുടിച്ചിട്ടില്ല. സോറി, ദേവനോട് ഞാൻ പറയാം. മേൽക്കോടതിന് ഉത്തരവില്ലാണ്ടോ? ഓ, ഞാൻ ഇപ്പൊ വരാം. എന്തു പറഞ്ഞു? അപ്പീല് ബോധിപ്പിക്കാൻ പോയിക്കുന്നു. ശിക്ഷ ഇളവ് കിട്ടുമോ? ഓള് ചുണക്കുട്ടിയാ. അവള് കേസ് രാജിയാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. ഓഹോ, താനിപ്പോൾ തന്നെ പ്രതിപക്ഷത്തേക്ക് മാറാൻ കൊടുത്തു അല്ലേ? എന്താണോ ഇത്? വയറ്റുപയപ്പിന്റെ പ്രശ്നല്ലേ? ആ, എന്തായി? ഡൺ. തോറ്റോ? ജയിച്ചു. അല്ലാ. ഇത്രയും നേരം അമുക്കി പിടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ റിലീസായി. വാ, ഞാൻ ചോറ് വളമ്പി തരാം.
കുട്ടി വന്നത് സാഹിബിന്റെ ഭാഗ്യാണ്. അവള് കുസൃതിയാണെങ്കിലും ആളൊരു മലക്ക. എന്ത്? മലക്ക്, മാലാക, മാലാക. തനിക്കാരോടോ ചോറ് തന്നത്? രാജകുഞ്ഞ പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ പറയുന്നത് എന്താ ഒരു വില ഇവിടെ? കോമാളി വേഷം വിട്ട് നടപ്പുണ്ട് ഓരോരുത്തര്. എന്നാ പിന്നെ അവരങ്ങ് ഭരിച്ചോട്ടെ, പാത്തോടൊക്കെ ഇറങ്ങി കൊടുക്കാം. സുഭദ്രേ